പ്രിയപ്പെട്ടവരെ, കൊല്ലത്തു നിന്ന് കോഴിക്കോടിനുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി നിറയെ ആളാണ്. വളരെ സ്പീഡിൽ വാഹനം ചീറിപ്പായുകയാണ്. ഈ സമയത്ത് കണ്ടക്ടർ ആരെയോ തേടി നടക്കുകയാണ്. മറ്റാരുമല്ല, ഏതോ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? ആരും മിണ്ടുന്നില്ല. സംശയം തോന്നിയവരോടൊക്കെ ചോദിച്ചു, ടിക്കറ്റ് എടുത്തോ? എടുത്തു. അവർ ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം വണ്ടി സൈഡിൽ ഒതുക്കി. എന്നിട്ട് എല്ലാവരും ടിക്കറ്റ് കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എല്ലാവരും ഉയർത്തിപ്പിടിച്ചു. പക്ഷേ അപ്പോൾ സാധുവായ ഒരു മനുഷ്യൻ ഇതൊന്നും അറിയാതെ അദ്ദേഹം കുനിഞ്ഞിരുന്ന് ഉറക്കമായിരുന്നു. അദ്ദേഹത്തെ മെല്ലെ തട്ടി വിളിച്ചിട്ട് ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇല്ല. കണ്ണു തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ആളുകൾ എന്തോ കൊടിയ തെറ്റ് ചെയ്ത ഒരാളെ നോക്കുന്നത് പോലെ ക്രൂരമായി നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിൽ ചിന്തിച്ചു, കണ്ടക്ടർ ഇയാളെ ഇപ്പോൾ ശരിയാക്കി കൊടുക്കും. ടിക്കറ്റ് എടുക്കാതെ സൂത്രത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇയാൾ. അങ്ങനെയൊക്കെ ഓരോരുത്തർ കമൻറ്റ് പറയാൻ തുടങ്ങി. കണ്ടക്ടർ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ഓരോരുത്തരും കാത് കൂർപ്പിച്ച് പിടിച്ചു. പക്ഷേ അതൊന്നും അവിടെ സംഭവിച്ചില്ല. കണ്ടക്ടർ വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പരിഭ്രമിച്ചു നിൽക്കുന്ന ആ ഉറങ്ങിപ്പോയ മനുഷ്യൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ചേട്ടൻ പേടിക്കുന്നത് എന്തിനാ? സാരമില്ല, പോട്ടെ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഉറങ്ങിപ്പോവാം, മറന്നു പോവാം, തെറ്റ് സംഭവിക്കാം. ചേട്ടൻ എങ്ങോട്ടാണ് പോവേണ്ടത്? എനിക്ക് കോഴിക്കോടിനാണ്. ടിക്കറ്റ് എടുത്തിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ എന്നാ മനുഷ്യൻ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഒരു കർക്കിടക മാസത്തിലെ മഴ മുഴുവനും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും പെയ്തിറങ്ങിയാലുണ്ടാവുന്ന ഒരു കുളിരാണ് ആ സാധുവായ മനുഷ്യൻ അനുഭവപ്പെട്ടത്. മറവി സ്വാഭാവികമല്ലേ? ഉറക്കവും ഒരുപക്ഷെ അനിയന്ത്രിതമായിട്ട് സംഭവിക്കാമല്ലോ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉറക്കത്താലും മറവിയാലും പലതും സംഭവിച്ചു പോയിട്ടില്ലേ? അപ്പോൾ മറ്റൊരാൾ നമ്മെ കുറ്റപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും? അതൊക്കെ സാധാരണമാണെന്ന് മനസ്സിലാക്കി മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് എത്ര വലിയ മനസ്സാണല്ലേ! അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമകളാവാനാണ് നാം ശ്രമിക്കേണ്ടത്.